നമസ്കാരം. കർണാടകയിലെ വി.എസ് എന്നായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവും സ്ഥാനമൊഴിഞ്ഞ കർണാടക മുഖ്യമന്ത്രിയുമായ കെ സിദ്ധരാമയ്യയെ മുമ്പ് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത്. കർണാടകയിൽ ഏറ്റവും പേരുള്ള അഴിമതിരഹിത പ്രതിച്ഛായുള്ള നേതാവായിരുന്നു അദ്ദേഹം. കോൺഗ്രസിലെ സോഷ്യലിസ്റ്റ് മുഖമെന്നും അദ്ദേഹം അറിയപ്പെട്ടു. മുമ്പ് കേരളത്തിൽ വി.എസ് പിണറായി പ്രശ്നത്തിന് സമാനമായിരുന്നു കർണാടകയിൽ സിദ്ധരാമയ്യയും ഡി.കെ ശിവകുമാറും തമ്മിലുള്ള പ്രശ്നങ്ങൾ. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന ഒരു സർവേയിൽ കർണാടകയിലെ 40.1% വോട്ടർമാർ സിദ്ധരാമയ്യയെ അടുത്ത മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് കണ്ടെത്തിയത്. അന്നത്തെ കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ ഡി.കെ ശിവകുമാറിന് വെറും 4.2% പിന്തുണയാണ് കിട്ടിയത്. എന്നാൽ ജയിച്ച കോൺഗ്രസ് എം.എൽ.എമാരിൽ 75% ഡി.കെക്കൊപ്പമായിരുന്നു. കാരണം അദ്ദേഹമാണ് ആളുമർദ്ദവും നൽകി അവരെയൊക്കെ വിജയിപ്പിച്ചെടുത്തത്. പാർട്ടി ഡി.കെക്കൊപ്പവും ജനം സിദ്ധരാമയ്യക്കൊപ്പവും എന്നായിരുന്നു അന്നത്തെ അവസ്ഥ. അതായത് കേരളത്തിൽ പാർട്ടിയിൽ കെ.സി. വേണുഗോപാലിനും ജനങ്ങൾക്കിടയിൽ വി.ഡി. സതീശിനും ഭൂരിപക്ഷം ഉണ്ടായിരുന്ന അതേ അവസ്ഥ പോലെ തന്നെ. പക്ഷേ ഇപ്പോൾ 2016 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വി.എസിനുണ്ടായതിന് സമാനമായ പ്രതിച്ഛായ നഷ്ടമാണ് സിദ്ധരാമയ്യയ്ക്കും ഉണ്ടായത്. സത്യത്തിൽ വാഗ്ദാന ലംഘനത്തെ തുടർന്ന് ഹൈക്കമാൻഡ് അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ അന്ത്യശാസനം നൽകിയായിരുന്നുവെന്നാണ് ചില കന്നഡ പത്രങ്ങൾ പറയുന്നത്. 4 സംസ്ഥാനങ്ങളിൽ കർണാടകയിൽ മാത്രമാണ് ഒ.ബി.സി വിഭാഗത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിയുള്ളത്. കർണാടകയിലെ പ്രമുഖ ജാതി വിഭാഗമായ കുർബ ഗൌഡയിൽ നിന്നുള്ള സമുന്നത ഒ.ബി.സി നേതാവായ സിദ്ധരാമയ്യയെ രാജി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഒരുക്കിയത് ഹൈക്കമാൻഡിന്റെ അന്ത്യശാസനമാണ്. കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഹൈക്കമാൻഡ് പ്രതിനിധികളും സിദ്ധരാമയ്യയും ഡി.കെ ശിവകുമാറും ഇരുന്ന് എഴുതി തയ്യാറാക്കിയ കരാറിൽ ആദ്യത്തെ 2.5 വർഷം സിദ്ധരാമയ്യയും പിന്നത്തെ 2.5 വർഷം ഡി.കെ ശിവകുമാറും മുഖ്യമന്ത്രിയാവുമെന്നായിരുന്നു കരാർ. ആദ്യഘട്ടത്തിൽ ഇത്തരമൊരു ഫോർമുല പരസ്യമായി അംഗീകരിക്കാൻ ഇരുപക്ഷവും വിമുഖത കാണിച്ചിരുന്നെങ്കിലും ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയും കെ.സി. വേണുഗോപാലും നടത്തിയ ചർച്ചകൾക്കൊടുവിൽ ധാരണയാവുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ 2.5 വർഷം കഴിഞ്ഞിട്ടും സിദ്ധരാമയ്യ രാജിവെച്ചില്ല. ഇതോടെയാണ് ഡി.കെ പക്ഷം ഹൈക്കമാൻഡിനെ സമീപിച്ചത്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും സംഘടനാ സെക്രട്ടറി കെ.സി. വേണുഗോപാലും പറഞ്ഞിട്ടും സിദ്ധരാമയ്യ അധികാര കൈമാറ്റത്തിന് സമ്മതിച്ചില്ല. തന്റെ ജനപ്രീതിയും പിന്നോക്ക മുസ്ലിം ഒ.ബി.സി വോട്ടർമാരിലുള്ള സ്വാധീനവും കാണിച്ച് പിടിച്ചു നിൽക്കാനായിരുന്നു സിദ്ധരാമയ്യയുടെ ശ്രമം. എന്നാൽ ഡി.കെ വെറുതെ ഇരുന്നില്ല. അദ്ദേഹം നിയമസഭാ കക്ഷിയിൽ തനിക്കാണ് ഭൂരിപക്ഷം എന്ന് തെളിയിച്ചു. ഇതോടെ ഇനിയും അധികാര കൈമാറ്റം നടന്നില്ലെങ്കിൽ സിദ്ധരാമയ്യയെ പുറത്താക്കുമെന്ന നിലപാടിലേക്ക് ഹൈക്കമാൻഡ് മാറി. ഇതോടെ ഗത്യന്തരമില്ലാതെയാണ് സിദ്ധരാമയ്യ രാജിവെച്ചത്. സിദ്ധരാമയ്യയെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനും രാജ്യസഭാ സീറ്റ് നൽകാനും ഹൈക്കമാൻഡ് ആലോചിച്ചിരുന്നെങ്കിലും അദ്ദേഹം കർണാടക രാഷ്ട്രീയത്തിൽ തന്നെ തുടരുമെന്നാണ് വ്യക്തമാക്കിയത്. കേരളത്തിൽ വി.എസിനുണ്ടായിരുന്നത് പോലെയുള്ള പ്രതിച്ഛായ നഷ്ടം ഇതുമൂലം സിദ്ധരാമയ്യയ്ക്കുമുണ്ടായി. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായി കടിച്ചു തൂങ്ങാനും മകൻ അരുൺകുമാറിന് വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വാദിക്കാനും വി.എസ് തയ്യാറായിരുന്നു. അതുപോലെ തന്റെ മകന്റെ സ്ഥാനമാണ് ഇപ്പോൾ സിദ്ധരാമയ്യയുടെ പ്രശ്നം. മകനും കോൺഗ്രസ് എം.എൽ.സിയുമായ ഡോക്ടർ യതീന്ദ്ര സിദ്ധരാമയ്യയ്ക്ക് പുതിയ മന്ത്രിസഭയിൽ പ്രമുഖമായ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം നൽകണമെന്നതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. യതീന്ദ്രയ്ക്ക് ക്യാബിനറ്റ് പദവിക്ക് പുറമെ ഉപമുഖ്യമന്ത്രി സ്ഥാനം കൂടി നൽകുന്നതിനെക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ ആലോചനകൾ നടക്കുന്നുണ്ട്. പിന്നോക്ക വിഭാഗ വോട്ട് ബാങ്ക് പാർട്ടിക്ക് അനുകൂലമായി നിലനിർത്താൻ ഇത് സഹായിക്കുമെന്നാണ് അവർ പറയുന്നത്. സിദ്ധരാമയ്യ പടിയിറങ്ങുന്നതിന്റെ ഭാഗമായി മകന് മന്ത്രിസഭയിൽ ഉചിതമായ സ്ഥാനം നൽകാമെന്ന് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിനു പുറമെ തന്റെ പക്ഷത്തുള്ള 15 വിശ്വസ്തരായ എം.എൽ.എമാർക്ക് മന്ത്രിസഭയിലും മറ്റ് പ്രമുഖ സ്ഥാനങ്ങളിലും പങ്കാളിത്തം വേണമെന്ന ആവശ്യവും സിദ്ധരാമയ്യ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഡി.കെ ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ യതീന്ദ്രയുടെ പദവി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടും. അതായത് ശരിക്കും മക്കൾ രാഷ്ട്രീയം തന്നെയാണ് സിദ്ധരാമയ്യ എന്ന ആദർശധീരനായി കണക്കാക്കപ്പെടുന്ന നേതാവും പയറ്റുന്നത്. ഒരു കാലത്ത് ജെ.ഡി.എസിലെ ശക്തനായ നേതാവായിരുന്നു സിദ്ധരാമയ്യ. പാർട്ടിയുടെ മുതിർന്ന നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ എച്ച്.ഡി. ദേവഗൌഡയുടെ അടുത്ത അനുയായിയായിരുന്നു. എന്നാൽ തന്റെ പിൻഗാമിയായി മകൻ കുമാരസ്വാമിയെ അഭിഷേകം ചെയ്യാനുള്ള ദേവഗൌഡയുടെ തീരുമാനത്തിൽ അസ്വസ്ഥനായ സിദ്ധരാമയ്യ 2005 പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു. അന്ന് മക്കൾ രാഷ്ട്രീയത്തിനെതിരെ പോരടിച്ച സിദ്ധരാമയ്യ ഇന്ന് തന്റെ മകനെ വാഴിക്കുകയാണ്. 2013 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ മികച്ച വിജയത്തോടെ സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രിയായി. 2018 2 സീറ്റിൽ മത്സരിച്ച സിദ്ധരാമയ്യ ഒരിടത്ത് പരാജയപ്പെട്ടിരുന്നു. ദളിത് മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ സിദ്ധരാമയ്യയ്ക്ക് ശക്തമായ സ്വാധീനമുണ്ട്. അത് കോൺഗ്രസിന് ഗുണം ചെയ്തു. ഡി.കെയുടെ തന്ത്രങ്ങളും സിദ്ധരാമയ്യയുടെ ജനപ്രീതിയും ചേർന്നതോടെ ശരിക്കും ഡബിൾ എഞ്ചിൻ ആയി കോൺഗ്രസ് പാർട്ടി മാറുകയായിരുന്നു. ഇപ്പോൾ ആ കോംബോയ്ക്കാണ് തിരശ്ശീല വീണിരിക്കുന്നത്. എന്നാൽ ഡി.കെക്ക് ഇതുപോലെ ഇമേജിന്റെ പ്രശ്നമില്ല. കോൺഗ്രസിന്റെ അധികാരം കർണാടകയിൽ ഉറപ്പിച്ചതിന് പിന്നിൽ ഡി.കെ ശിവകുമാർ എന്ന കിങ് മേക്കർ തന്നെയായിരുന്നു. പത്രം തൊട്ട് പപ്പടം വരെ വ്യാപിച്ചു കിടക്കുന്ന വ്യവസായ ശൃംഖലയുടെ ഉടമ കൂടിയായ ഡി.കെ അംശ ഇറക്കുന്ന അതുപോലെ തന്നെ കാശിറക്കി കളിക്കാൻ പ്രാപ്തനായ നേതാവാണ്. അതുകൊണ്ട് തന്നെ ഡി.കെയെ പൂട്ടുക എന്നതായിരുന്നു ബി.ജെ.പി സ്വീകരിച്ച ഒരു തന്ത്രം. പക്ഷേ അതിനായി അവർ നടത്തിയ ശ്രമങ്ങൾ പാളിപ്പോയി. ഡി.കെയുടെ സ്ഥാപനങ്ങൾ ഇഡി റെയ്ഡ് നടത്തിയെങ്കിലും ഒന്നും കിട്ടിയില്ല. താൻ ബി.ജെ.പി നേതാക്കളെ പോലെ നികുതി വെട്ടിക്കുന്നില്ലെന്നും തന്റെ എല്ലാം പരസ്യമാണെന്നുമായിരുന്നു ഡി.കെ വെളിപ്പെടുത്തിയത്. 1200 കോടിയോളം ആസ്തിയുള്ള നേതാവാണ് അദ്ദേഹം. എന്നാൽ താൻ സ്വത്ത് വിവരം മറച്ചുവെക്കാറില്ലെന്നും അത് കൃത്യമായി പറയുന്നത് കൊണ്ടാണ് തന്റെ സ്വത്തിൽ വർധനമുണ്ടാകുന്നതെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. ഡി.കെ അപമാനിക്കാനായി അദ്ദേഹം ടിപ്പുവിന്റെ ബന്ധുവാണെന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് അടിച്ചുവിട്ടത്.
തന്റെ പിതാവും മുത്തശ്ശനുമൊക്കെ ആരാണെന്ന് ഈ നാട്ടുകാർക്ക് നന്നായി അറിയാമെന്നാണ് ശിവകുമാർ തിരിച്ചടിച്ചത്. അതുപോലെ ശിവകുമാർ ഒരു പാർട്ടി കഴിഞ്ഞ് മദ്യപിച്ച് മടങ്ങുന്ന ഒരു വീഡിയോയും BJP-കാർ എന്തോ ആനക്കാര്യം പോലെ പ്രചരിപ്പിച്ചു. എന്നാൽ താൻ വല്ലപ്പോഴും മദ്യപിക്കാറുണ്ടെന്ന് എല്ലാവർക്കും അറിവുള്ളതാണെന്നും അതിലെന്താണ് പ്രശ്നമെന്ന് DK തിരിച്ചടിച്ചതോടെ BJP-ക്ക് ഉത്തരം മുട്ടി. സാധാരണ എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും മറ്റു പാർട്ടികളിൽ നിന്ന് BJP-യിലേക്കാണ് ഒഴുക്കുണ്ടാകാറുള്ളത്. പക്ഷേ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ സമയത്ത് മുതിർന്ന BJP നേതാവ് ജഗദീഷ് ഷെട്ടാർ അടക്കമുള്ള ഒരു ഡസനിലേറെ നേതാക്കളെ തന്നെ ശിവകുമാർ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നു. അമിത്ഷാ പോലും ഞെട്ടുന്ന തന്ത്രങ്ങളാണ് DK ആസൂത്രണം ചെയ്തത്. ഇപ്പോൾ ആ കിങ് മേക്കർ ശരിക്കും കർണാടകയുടെ കിങ് ആയി മാറുകയാണ്.